എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ PSC ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജില്ലയാണ് പത്തനംതിട്ട. PSC എക്സാംസിനു പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ 13ാമത്തെ ജില്ലയാണ് പത്തനംതിട്ട. ഇന്ത്യയിലെ സീറോ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ലയാണ് പത്തനംതിട്ട. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട. കടൽ തീരമില്ലാത്ത ജില്ലകളിൽ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും കുറച്ച് റെയിൽവേ പാതയുള്ള ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ ഒരേയൊരു റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. പത്തനംതിട്ടയിൽ വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആറന്മുള. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പ്രസിദ്ധമായ ഉത്രട്ടാതി വെള്ളംകളി നടക്കുന്ന നദിയാണ് പമ്പ. ശബരിഗിരി പദ്ധതി നടത്തിയത് പമ്പ നദിയിലാണ്. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്കാണ്. സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഇന്ത്യയിലെ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നിയാണ്. ശബരിമല ശാസ്താവിനു ചാർത്തുന്ന തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന കൊട്ടാരമാണ് കോയിക്കൽ കൊട്ടാരം അഥവാ പന്തളം. ചിലന്തി അമ്പലവും പാർത്ഥസാരഥി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം ഏതു നദീ തീരത്താണ്? ഉത്തരം അച്ചൻ കോവിലിയാർ. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നതാണ് ആറന്മുള വെള്ളംകളി. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷനാണ് ചരൽക്കുന്ന്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി മ്യൂസിയം. പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. പ്രസിദ്ധമായ ആനക്കൂട്ട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ കൊന്നിയിലാണ്. നിരണം കവികളുടെ ജന്മദേശമാണ് പത്തനംതിട്ട. പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആറന്മുള. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് ചരിത്രപ്രസിദ്ധമായ സ്ഥലം ആയ മണ്ണടി പത്തനംതിട്ട ജില്ലയിലാണ്. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രമായ നിരണം പത്തനംതിട്ട ജില്ലയിലാണ്. ഇതോടുകൂടി ഇന്നത്തെ PSC ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ജില്ലയുടെ അറിവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും ശുഭദിനം നേരുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ PSC ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജില്ലയാണ് പത്തനംതിട്ട.